ഹരേ കൃഷ്ണ. സർവേശ്വരനായ അവിടുത്തേക്ക് നമസ്കാരം. ഇന്ന് ഇവിടെ ഒരു പൗർണമി സുദിനമായ ദിവസത്തിൽ നമ്മളിവിടെ ഏകദേശം 16 വർഷമായിട്ട് തുടർച്ചയായിട്ട് പൗർണമി പൂജ നടത്തിക്കൊണ്ടുവരുന്ന ഒരു അമ്പലമാണിത്. ഈ കൊറോണ കാലഘട്ടത്തിൽ മാത്രം പൊതുജനങ്ങൾ സംയോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് പോലും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ച് 1-2 പേര് മാത്രം ഇരുന്നുകൊണ്ട് അത് മുടക്കാതെ നടത്തി വന്നിരുന്ന ഒരു അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷം. ഇന്നും അതുപോലുള്ള ഒരു സന്ദർഭത്തിലേക്ക് നമ്മളിവിടെ എല്ലാവരും പങ്കാളിയായി എത്തിയിരിക്കുന്നതാണ്. ഈ വരാൻ പോകുന്ന ശ്രീമദ് ഭാഗവത സത്ര മഹോത്സവം എന്നുള്ള ആ ഒരു യജ്ഞത്തിലേക്ക് നമ്മളൊരു 3 മാസമായി തുടർച്ചയായിട്ട് പൗർണമിക്ക് ഓരോ വിശിഷ്ട അതിഥികളെ നമ്മളിവിടെ കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും ആദർശങ്ങളും ആശീർവാദങ്ങളും നമ്മളിവിടെ അവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അമൃതമായ വാക്കുകളും അവരുടെ സാന്നിധ്യവും നുകരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ച് ഇപ്പോൾ ഒരു 3 മാസമായി തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ളൊരു പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹത് വ്യക്തികളായിരുന്ന ശ്രീ മീനാ സിസ്റ്റർ അവളെ ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ രവീന്ദ്രജി അവരുകളെയും രവിയേട്ടൻജി അവരുകളെയും സ്വാമിജി അവരുകളെയും നമ്മുടെ ഈ സംഘടനയിലുള്ള എല്ലാ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരും അമ്മമാരെയും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വിശിഷ്ടമായിട്ടുള്ള ആ മീനാജിയുടെ ഇന്നത്തെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമാണ് നമ്മളിവിടെ ഹൈലൈറ്റായിട്ട് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ വിളക്ക് പൂജ എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് നമ്മൾ ആ ദേവി സാന്നിധ്യത്തോടുകൂടി നമ്മുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ നിമിഷത്തിലോടുകൂടി ആ അദ്ദേഹത്തിൻ്റെയും കൂടി നമ്മുടെ ആ പ്രസൻസും ആ മെഡിറ്റേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ വിവരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പൗർണമി പൂജയും ഈ ഭാഗവത സത്ര മഹോത്സവത്തിൻ്റേതായിട്ടുള്ള ആ ഒരു വരാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു സംരംഭത്തെ കൂടി നമ്മുടെ എല്ലാവരുടെയും സമർപ്പണങ്ങളും ഇതിലേക്ക് നമ്മൾ സമർപ്പണം ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.